പരീക്ഷയ്ക്ക് മുമ്പ് പോർഷൻസ് തീർന്നാ മതിയായിരുന്നു. നീ എന്തേ ആലോചിക്കുന്നേ? ഇല്ല, ഒന്നുമില്ല. ആ മാലതി ട്യൂഷന് പോണാരും നീ അറിഞ്ഞില്ലല്ലോ. അപ്പുറത്തെ ക്ലാസ്സിലെ മീനാക്ഷി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതെയോ? അവൾ ഇനി ട്യൂഷനൊക്കെ പോയി നല്ല മാർക്ക് മേടിക്കും. നമ്മുടെ കാര്യം ആലോചിക്കുമ്പോഴാ. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ദിവസം 2 വിഷയം വെക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇംഗ്ലീഷാ എനിക്ക് പ്രശ്നം. നിനക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ, നോട്ട്സൊക്കെ ഉള്ളതുകൊണ്ട്. കണക്കിൻ്റെ നോട്ട്സ് എനിക്കൊന്ന് തയ്യാറാക്കണം. ഞാനും കൂടി വരാപ്പോ. മോള് ചേച്ചി വെറുക്കൂ. ചേച്ചി എനിക്ക് അമ്മ തന്നെയല്ലേ? എൻ്റെ മോള് നല്ല കുട്ടിയാ. നീ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുക. ചേച്ചി എന്നും മോളുടെ കൂടെ ഉണ്ടാവും. ഒന്നുകൊണ്ടും വിഷമിക്കരുത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്നെ സ്കൂളിലേക്ക് വിടോ? ഇല്ല ഇല്ല, വേണ്ട മോളെ. ജീവിതത്തിലും വലിയ സ്കൂളില്ല. ഞാൻ സ്കൂൾ ഫസ്റ്റ് ആവണമെന്ന് ചേച്ചി തന്നെയല്ലേ ശാഠ്യം പിടിച്ചിരുന്നത്? അതൊക്കെ ശരിയാ. എൻ്റെ മോള് ജീവിതത്തിൽ ഒന്നാമതായ മതി. ചേച്ചിയെ പോലെ തോറ്റുപോകരുത്.
നീ പഠിപ്പ് വിവരമുള്ള കുട്ടിയല്ലേ? ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ. അച്ഛനെ പോലല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി നീ അങ്ങനെ പറയരുത്. അയാള് നിന്റെ ഭർത്താവാ. എഴുന്നേക്ക്. നീ വാ. എഴുന്നേക്കടി. ഇന്ന് നിങ്ങൾ ജോലിക്ക് പോകണ്ട. നിങ്ങൾ രണ്ടാളും ടൗണിൽ പോയി ഒരു സിനിമയൊക്കെ കണ്ടുവരൂ. അപ്പോഴേക്കും ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാം. ഇന്ന് 2-3 ലോഡ് കയറി പോണ്ട ദിവസമാണ്. ഓ, അവിടെ വേറെ എത്രയോ പണിക്കാരുണ്ടല്ലോ. നിങ്ങളൊരു ദിവസം പണിക്ക് പോയില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? എത്ര നാൾ ജോലി കളഞ്ഞ് നടന്നു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയില്ലേ? ഇന്നെന്തായാലും പോണ്ട. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരൂ. അങ്ങനെ അതും സംഭവിച്ചുവല്ലേ. ഭരതനെ വല്ലാത്ത നെഞ്ചു നീറ്റില്ല. അത് വേണ്ടായിരുന്നു. നീല മനസ്സിലാക്കിയിട്ടുണ്ടോ ആ കുട്ടിക്ക് അവൻ്റെ മനസ്സിലെ സ്ഥാനം എന്താണെന്ന്? പിന്നെ അവൻ എല്ലാ കാര്യവും എന്നോട് പറയാറുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? എൻ്റെ കാര്യം എന്താ ചിന്തിക്കാത്തത്? പുകഞ്ഞു പുകഞ്ഞ് നടക്കാൻ എനിക്കിനി വയ്യ. അല്ലെങ്കിൽ വഴിയാതാരാവുമായിരുന്നില്ലേ ഞങ്ങള്? കരയുന്നില്ലാന്ന് വെച്ച് മറിച്ച് ചിന്തിക്കരുത്. കരയാത്തോരാ ഏറ്റവും കൂടുതൽ കരയണത്. പുറത്തേക്കല്ലാന്ന് മാത്രം, അകത്തേക്കാ. അത് ഞാൻ ഒന്ന് നിരീച്ച് പറഞ്ഞതല്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല.
കാളിമുത്തി ഉണ്ടാവും എനിക്കൊപ്പം. അതെനിക്ക് ഉറപ്പാ. എന്താണ് ഭരതാച്ചാർക്കൊരു സങ്കടം? നമ്മളൊക്കെ ചിരിച്ചാലും മുഖത്ത് സങ്കടമല്ലേ വരൂ. ആ, എന്നാ പിന്നെ കാര്യം തുറന്നു പറ. ആ സങ്കടം അങ്ങ് പടിയിറങ്ങും. രാവിലെ അമ്മ വീട്ടിൽ വന്നിരുന്നു. കാശിനല്ലേ? അല്ല, അമ്മയ്ക്ക് കാശിനി വേണ്ട. കയറാപ്പീസ് ജോലി കിട്ടാത്തോണ്ട് അനിയൻ വീട് വിട്ടിറങ്ങിപ്പോയി. എഴുത്തെഴുതി വച്ചിരുന്നു, എവിടെയെങ്കിലും പോയി 4 കാശുണ്ടാക്കിയിട്ടേ തിരിച്ചു വരുമെന്ന്. പാവം, കുറേ കരഞ്ഞു. അത് നല്ലതല്ലേ, അവൻ പോയി അധ്വാനിക്കട്ടെ. എത്ര നാളെന്ന് വെച്ചാൽ അവൻ നിന്റെ വീർപ്പിന്റെ അംശം കൊണ്ട് ജീവിക്കുന്നേ. അത് പോട്ടെ, ഇവിടെ പോയി നമ്മുടെ പൂശാരി. അയാൾക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊര് തണ്ടലില്ലേ. 4-5 നാൾ കഴിയുമ്പോൾ എവിടെന്നെങ്കിലും പൊങ്ങി വരും. ഭരത, എന്നാ ഞാൻ പോട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാ, എന്തെങ്കിലുമൊക്കെ തടയാനുള്ളതാ. നമുക്ക് വൈകുന്നേരം കാണാം. മുരുകനേ വേ മുരുകനേ. എന്തു പറ്റി? ഇന്നലെ വിശദമായി പരിശോധിച്ചാണല്ലോ. കുട്ടിക്ക് രാവിലെ മുതൽ വല്ലാത്ത രക്തം പോക്കായിരുന്നു. നോക്കട്ടെ, ഇന്നലത്തെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയോ? സിസ്റ്റർ, യെസ് ഡോക്ടർ. UPT പോസിറ്റീവ് ആണ് സാർ. ഈ കുട്ടി തീരെ വീക്കാണ്. ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. ഇവൾ ഗർഭിണിയാണെന്ന്. 14-ാം വയസ്സിൽ അമ്മയാൻ പോകുന്നു. അതിന് അവളുടെ ശരീരം പാകപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ബ്ലീഡിങ്. ഈ ഗർഭം തുടർന്നാൽ ചിലപ്പോൾ ഇവളുടെ ജീവന് തന്നെ ആപത്താണ്. സോ നമുക്കിത് അബോർട്ട് ചെയ്ത് കളയാം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി കുട്ടി. വേണ്ട, ഈ കുഞ്ഞിനെ അലസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീലയോടുള്ള അരിശരിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. നീ കൂട്ടുനിന്ന് തകർത്തത് എവിടെ എത്തേണ്ട കുട്ടിയുടെ ഭാവിയാണെന്നറിയോ? വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് ഈ കുട്ടിയെ വേണം. നീ വാ. എത്ര? 150 രൂപ. ഇവിടെയാണോ? ഇവിടെ വേനയുണ്ടോ മോളെ? എവിടെയാ പോണേ? അവിടെ ഇരിക്കേ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? എവിടെ ഇരിക്കൂന്ന്? ദാ, മുത്തശ്ശിക്കുള്ള കസ്തൂരാതി ഗുളികയും മുത്തശ്ശനുള്ള വെറ്റില അടക്കിയ കൊടുക്ക്. ദാ, വാങ്ങിക്കേ. തുറന്നു നോക്ക്. തുറന്നു നോക്കൂ. ഏയ്, എന്താ ചിരിക്കാത്തെ? ഇന്നല്ലേ ചിരിക്കണ്ടേ? ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാ ചിരിക്കുന്നേ? എന്താടാ ഇത്? പിണക്കമാണോ?